മലപ്പുറം എടപ്പാളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം അവതാളത്തിലായതിനാൽ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് തവന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. പാലക്കാട് പട്ടാമ്പിയിൽ ബൈക്കിനു കുറുകെ പന്നി ചാടി യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ശങ്കരമംഗലം സ്വദേശി രതീഷ്. കൊല്ലം കുന്നിക്കോട് ബൈക്കും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വിളക്കുടി സ്വദേശി വിജിനാണ് മരിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. പണവും മൊബൈൽ ഫോണും കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം പറവൂരിൽ പരമ്പരാഗത വ്യവസായ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാർ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൗൺസിലിംഗ് ക്ലാസ് നടത്തി. സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ക്ലാസ് നടത്തിയത്. തൃശൂർ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ AS അഭിജിത്ത് ക്ലാസ് നിയന്ത്രിച്ചു. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. SC കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. തൃശൂർ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ശീതീകരിച്ച ഹൈടെക് അംഗനവാടിയുടെ ഉദ്ഘാടനം നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ നിർവഹിച്ചു. നാട്ടിക MLAയുടെ 2020-2021 വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വിജീഷ് മണി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന പാൽപ്പായസം അറ്റ് ഗുരുവായൂർ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. പോസ്റ്റർ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ പ്രകാശനം ചെയ്തു. ചിത്രം വിഷുവിന് റിലീസ് ചെയ്യും.